ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീഫ് ലിവർ വരട്ടിയത് കാണിക്കാനാണ്. നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ നല്ല സൂപ്പറായിട്ട് തന്നെ ലിവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ലിവർ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് മഞ്ഞളും ഉപ്പിട്ട വെള്ളത്തിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വിനീഗർ ഇട്ട വെള്ളത്തിൽ ഒരു 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്ലീൻ ചെയ്തെടുത്ത ലിവർ ഞാനിപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിലാണിപ്പോൾ ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ലിവറും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ അതിലേക്കൊരു 8 ചെറുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കൂടുതലും നമ്മൾ കുരുമുളകാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അത് കാരണം മുളക് പൊടി അധികം ഇടേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ആ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 വിസിൽ വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ ലിവറൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പെരിഞ്ജീരകം, അര ടീസ്പൂൺ പെരിഞ്ജീരകം, ഇത് 3ഉം കൂടിയിട്ട് നന്നായിട്ട് ചതച്ചെടുത്തതാണ്. അതതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറുള്ളിയാണ് കേട്ടോ. ചെറുള്ളി ഒരു 10 ചെറുള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഫുള്ള് ചെറുള്ളിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ കുറച്ച് സവാളയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഭയങ്കര ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. ഇനി നമുക്കതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മുളക് പൊടി അധികം യൂസ് ചെയ്യുന്നില്ല. കുരുമുളകിൻ്റെ എരിവായിരിക്കും ഇതിൽ നിൽക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കുരുമുളകിൻ്റെ ഫ്ലേവർ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ച ലിവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളം നമ്മൾ വേവിക്കാൻ വെള്ളമൊന്നും വെച്ചിട്ടുണ്ടായില്ല കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയി. നമ്മൾ ലിവർ വേവിച്ചപ്പോൾ അതിൽ വെള്ളമൊന്നും വെച്ചിട്ടുണ്ടായില്ല. അതിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ ചട്ടിയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം. അപ്പോൾ ദേ ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ആ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് ഒരു 3 പച്ചമുളക് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ആക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവരുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലിവർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ലിവർ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്